ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. 1857 മാർച്ച് 8 ന്യൂയോർക്കിലെ തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ തങ്ങൾക്ക് കിട്ടുന്ന കുറഞ്ഞ വേതനവും തങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന ദീർഘസമയ ജോലിയും അതുപോലെയുള്ള വിവേചനങ്ങളും അവസാനിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രക്ഷോഭണമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ വനിതാ ദിനം, വനിതാ സമരം. അത് കഴിഞ്ഞ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അത് വിവിധ ദിവസങ്ങളിലായിട്ട് ഇത്തരം സംഭവങ്ങളുണ്ടായി. 1917 മാർച്ച് 8 റഷ്യയിലത് ഒരു വലിയ പ്രക്ഷോഭമായിട്ട് വന്നത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ മുന്നോടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലോകരാജ്യങ്ങളിൽ റഷ്യയിലാണത് ഏറ്റവും നന്നായി ആചരിക്കപ്പെടുന്നത്. അത് അവിടെ ദേശീയ അവധി ദിനവും കൂടിയാണ് റഷ്യയിൽ ഈ മാർച്ച് 8. ഐക്യരാഷ്ട്രസഭ ഈ അന്താരാഷ്ട്ര വനിതാ ദിനം അംഗീകരിക്കുന്നത് 1975 മാർച്ച് 8 എന്തുകൊണ്ട് ഇതെൻ്റെ ചരിത്രം അടിസ്ഥാനപരമായി നോക്കുമ്പോൾ ജെൻഡർ ജസ്റ്റിസ്, ജെൻഡർ ഇക്വാലിറ്റി, വിമൺ എംപവർമെൻറ്റ്, ഡിസ്ക്രിമിനേഷൻ അഗൻസ്റ്റ് വിമൻ, ആൻറ്റി സെക്സിസം, ഇങ്ങനെയുള്ള ഒരു 5-6 മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മെല്ലാവരും ബോധവൽക്കരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഈ ദിനാചരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ ഉദ്ദേശം. സ്ത്രീ പുരുഷൻ്റെ മറയാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം മതവും ദൈവം കഴിഞ്ഞാൽ ആരുടെയെങ്കിലും മുമ്പിൽ പുരുഷൻ തലകുണിക്കുന്നെങ്കിൽ അത് സ്ത്രീയുടെ മുമ്പിൽ മാത്രമായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആ മതവും സ്ത്രീയെ ദേവീ സങ്കല്പത്തിൽ നിർത്തിയിരിക്കുന്നു. ഒരുപാട് ദേവിമാർ നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം ദേവീദേവ സങ്കല്പത്തിൽ തന്നെ ആരാധിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് സ്ത്രീത്വം. സ്ത്രീ അത് ഹിന്ദുമതം. അരൂപിയായ ദൈവത്തിനെ മനുഷ്യന് പരിചയപ്പെടുത്താൻ, മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവം അവതരിക്കാൻ ക്രിസ്തുമതം തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ഒരു സ്ത്രീയാണ്, മറിയം. അത്രമാത്രം ഞാനിത് 3 പ്രധാനപ്പെട്ട മതങ്ങളെ മാത്രമേ ഓർക്കാൻ കാരണം ഈ 3 മതങ്ങളും സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യത്തിനും സ്ത്രീത്വത്തിന് കൊടുത്തിരിക്കുന്ന മഹത്വത്തിനെയും കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാ മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും എല്ലാ സംസ്കാരങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്നും നമ്മുടെ സ്ത്രീകൾ നേരിടുന്ന ഈ വിവേചനം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനാവാത്ത ഒന്നാണ്. ഞാൻ പലപ്പോഴും സ്ത്രീകളോടോ കുട്ടികളോടോ പുരുഷന്മാരോടൊക്കെ ചോദിക്കാറുണ്ട്, പുരുഷന്മാർക്ക് ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിലോ കേരളത്തിലോ, ഒറ്റയ്ക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നടക്കാം. 1-2 പേര് വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ 1-2 സ്ത്രീകൾ ഒരു പക്ഷേ രാത്രി കുറച്ച് ഒരു 9 മണി 10 മണിയൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നടന്നാൽ ഒരു ഇരയെ കാണുന്ന പോലെ കാണുന്ന സമൂഹമാണ് ഇന്നും ഉള്ളത്. അല്ലെങ്കിൽ ഒരു മാനസിക രോഗമുള്ള ആളായിട്ട് ചിത്രീകരിക്കും. സ്ത്രീക്ക് കൊടുക്കേണ്ട തുല്യ അന്തസ്സ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, ഈ വൈകല്യം ഉണ്ടാവില്ല. വൈകല്യം ഉണ്ടാവില്ല. ഇതൊരു മനോവൈകല്യമാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടന ഈ ലിംഗനീതി ഉറപ്പാക്കുന്നതാണ്. വർഗ, വർണ്ണ, ഭാഷ, ദേശ, ലിംഗ, ജാതി ഇതിനൊക്കെ അതീതമായിട്ട് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് പഠിപ്പിക്കുന്ന തുല്യ അന്തസ്സിൻ്റെ ഉദാത്തമായ ഒരു സങ്കല്പമാണ്, ആശയമാണ്, ഒരവകാശമാണ്
ഭരണഘടന അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ മതങ്ങളിലെ സങ്കല്പം എന്ന പോലെ തന്നെ, സാംസ്കാരിക സങ്കല്പങ്ങൾ എന്ന പോലെ തന്നെ ഭരണഘടനയിലെ ഈ ആശയവും ഒരു ആവേശവുമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്നും നമ്മുടെ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള നീതി, തുല്യ അന്തസ്സിൻ്റെ നീതി ഇന്നും കിട്ടിയിട്ടില്ല. അവരുടെ വേതനത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാലും പുരുഷന് കൊടുക്കുന്ന വേതനത്തിൻ്റെ അടുത്തെങ്ങും സ്ത്രീക്ക് കിട്ടില്ല. അതെന്തോ അവരെടുക്കുന്ന ജോലി കുറവാണെന്ന് തോന്നിയിട്ടാണ്, അത് അന്തസ്സ് കുറവുള്ള ജോലിയാണെന്ന്. അങ്ങനെ ഏത് തലത്തിലെടുത്താലും ഒരുപാട് വിവേചനങ്ങൾ, ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് സ്ത്രീകളുടേത് എന്ന് തിരിച്ചറിയാനും, നമ്മളാലാവുന്ന വിധത്തിൽ നമ്മുടെ വിചാരത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സമീപനങ്ങളിലും എല്ലാം സ്ത്രീത്വത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന, വിവേചനങ്ങളില്ലാത്ത, വേർതിരിവുകളില്ലാത്ത, തുല്യ അന്തസ്സ് കൊടുക്കുന്ന, സമത്വത്തെ അംഗീകരിക്കുന്ന സമീപനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകുവാനും, എല്ലാ അർത്ഥത്തിലും സ്ത്രീകളെ ശക്തീകരിക്കാനും അവരുടെ മഹത്വം ഉയർത്തിപ്പിടിക്കാനും നമുക്ക് കഴിയട്ടെ. അങ്ങനെ ഒരു പരിശീലനം, അങ്ങനെ ഒരു മാതൃക നമ്മുടെ തലമുറയ്ക്ക് കൈമാറാനും കഴിയട്ടെ. ഈ മഹത്തായ ദിനത്തിൻ്റെ എല്ലാ നന്മകളും ഭാവുകങ്ങളും എല്ലാ സഹോദരിമാർക്കും പൊതുസമൂഹത്തിൽ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.